ഒരു ടീച്ചർ പറഞ്ഞു, ടീച്ചർ ആകാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം തിരക്ക് കൂട്ടുകയാണ്. അപ്പം എന്താ കാരണം എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പം ആ ടീച്ചർ പറഞ്ഞു, 7ാം ക്ലാസ് വരെയുള്ള ടീച്ചറായാൽ മതി, ഹൈസ്കൂളിൽ വേണ്ട. എന്താ കാര്യം? 7ാം ക്ലാസ് വരെ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പോയാൽ മകനോ മകളോ ഉണ്ടെങ്കിൽ വലിയ കോടികൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ആ ടീച്ചർ പറഞ്ഞത്. അപ്പം അതെങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, പിണറായി വിജയൻ്റെ ഭാര്യ കമലേടത്തി ചെറിയൊരു സ്കൂളിൽ പഠിപ്പിച്ചിട്ടല്ലേ 20,000 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ബാംഗ്ലൂരിലെ കമ്പനി വീണക്കുട്ടി വാങ്ങിയത് എന്നാണ് ആ ടീച്ചർ ചോദിച്ചത്. ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യത്തിന് കൊടുക്കാതെ, അവരുടെ ഇൻഷുറൻസ് പദ്ധതികൾ അവരിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ ഒരുക്കാതെ, നിങ്ങൾ നിങ്ങളുടെ MLA-മാരോടും ജയിച്ചു പോയ MP-മാരോടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെടാതെ ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നെല്ല് വിൽക്കാൻ കൊണ്ടുപോയ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോ എന്ന് പറഞ്ഞിട്ട് റെസീറ്റ് കുറ്റി എഴുതി കൊടുക്കുന്നതല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇവിടുത്തെ കാർഷിക മേഖലയോടുള്ള സ്നേഹം? ഇന്ത്യയിൽ, ഭാരതത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഈ 3 പൊതുമേഖലാ സ്ഥാപനത്തിലൂടെ 85 ലോകരാജ്യങ്ങളിലേക്ക് നമ്മുടെ ഗണ്ണുണ്ടല്ലോ, ഗണ്ണ്, അത് കയറ്റുമതി ചെയ്തയക്കുന്ന നാടായിട്ട് ഈ ഭാരത രാജ്യം മാറിയിരിക്കുന്നു. എന്നാൽ ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വൺ ഗ്രിഡ് വൺ നേഷൻ പദ്ധതിയിലൂടെ പിണറായി വിജയന്റെ നാട്ടില്, നമ്മുടെ നാട്ടില്, നമ്മുടെ കുട്ടികളെ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കറണ്ട് കൊടുക്കുന്നത് ഏത് സംസ്ഥാനത്തു നിന്നും വാങ്ങാം, കുറഞ്ഞ ചെലവിൽ കിട്ടുന്നുണ്ട്. എന്നിട്ടും എന്റെയും നിങ്ങളുടെയും വൈദ്യുതി ചാർജ് ഇരട്ടിയും 3 ഇരട്ടിയും 4 ഇരട്ടിയുമാക്കിയിട്ടാണ് ഈ കേരളത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം. തൃശ്ശൂരിൽ വീണ്ടും ശോഭാ സുരേന്ദ്രൻ. നേരത്തെ മോദിജി വന്നപ്പോഴാണ് സംസ്ഥാനത്തെ വനിതാ പ്രവർത്തകരുടെ മീറ്റിങ്ങിൽ ശോഭാ സുരേന്ദ്രൻ കത്തിക്കയറിയത്. ആ പ്രസംഗം ഒന്നൊന്നര പ്രസംഗമായിരുന്നു. വീണ്ടും ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി ശോഭാ സുരേന്ദ്രനെ പറ്റി അറിവുണ്ടായിരുന്നില്ല. അവരെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു BJP നേതൃത്വം. കേരളത്തിൽ പദയാത്ര നടത്തിയെങ്കിലും പദയാത്ര പോകുന്ന വഴി എതിലെയാണെന്ന് ആർക്കും അറിയുമായിരുന്നില്ല. നേരെ കാസർഗോഡ് നിന്ന് തുടങ്ങി പിന്നെ കണ്ടത് ആറ്റിങ്ങലാണ്, പിന്നെ പത്തനംതിട്ട, അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞ് അവസാനം തൃശ്ശൂരെത്തി, അവസാനം തിരുവനന്തപുരത്തും എത്തി. എന്നാൽ തൃശ്ശൂരിൽ നടന്ന പ്രസംഗം, ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം, അത് ആളുകളെ കൂട്ടാൻ വേണ്ടിയുള്ള പ്രസംഗമായിരുന്നു. ഈ ചടങ്ങിൽ സുരേഷ് ഗോപി പങ്കെടുത്തില്ല എന്നുള്ള ഒരു വിവാദം കൂടി വന്നിരിക്കുകയാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം കേട്ട് അവിടെ കൂടിയിരുന്ന ആളുകൾ കത്തിപ്പടർന്ന് അവർക്ക് കൈയടിക്കുകയായിരുന്നു. കത്തിപ്പടർന്ന അവരുടെ പ്രസംഗം ഓരോ വരികളും കേൾക്കാൻ അവർ ആവേശപൂർവ്വം കൈയടിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ആ ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കുന്ന ആ പ്രസംഗം കേൾക്കേണ്ടതാണ്. ആ തീപ്പൊരി പ്രസംഗം നമുക്ക് പൂർണ്ണമായി കേൾക്കാം. ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വീഡിയോൻ്റെ മുന്നിൽ കൊടുത്തിട്ടുള്ളത്. പൂർണ്ണമായി കേൾക്കാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത പതാകയെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ പദചലനങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിർവഹിക്കാൻ തുടങ്ങിയിട്ട്, ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരായിട്ടുള്ള വേദിയിൽ തന്നെ ഞാൻ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയ ആരാധ്യനായിട്ടുള്ള ശ്രീധരൻ മാസ്റ്റർ മുതൽ ഇന്ന് നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്ന പുതിയ മെമ്പർ വരെയുള്ളവർ, നമ്മളെല്ലാവരും ഈ പ്രസ്ഥാനം ഇന്നെത്തി നിൽക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. നമുക്ക് എത്രയോ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൊടി പിടിച്ചയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രസ്ഥാനത്തിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചതിന് ശേഷം ഏറ്റവും സാധാരണ കുടിലിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള മുർമു, ആരാധ്യയായിട്ടുള്ള മുർമു എന്ന് പറയുന്ന ഏറ്റവും പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു സഹോദരി, എൻ്റെയും നിങ്ങളുടെയും അമ്മയ്ക്ക് തുല്യമായ സ്ഥാനം വഹിക്കുന്ന അവർ, ലാളിത്യത്തിൻ്റെ പ്രതീകം, ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പീഠത്തിൽ അവരോധിതയായിരിക്കുകയാണ്. നമുക്ക് രാജ്യം മുഴുവൻ നമ്മുടെ പാർട്ടിയുടെ അടിസ്ഥാന ഘടകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനും സഹിക്കാനും എല്ലാ രീതിയിലും ശക്തിയുള്ള, കാരിരുമ്പിൻ്റെ ആർജവമുള്ള സഹപ്രവർത്തകരുണ്ട്.
ആ സഹപ്രവർത്തകരോടൊപ്പമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന വേളയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു, നിങ്ങളൊരു ധവളപത്രം പുറപ്പെടുവിക്കണം. ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്നത് ചില ആളുകൾക്ക് സംശയമുണ്ട്. അപ്പോൾ ഒരു ധവളപത്രം പുറപ്പെടുവിക്കണം എന്ന് പറയുകയുണ്ടായി. നമ്മൾ എത്രയോ നാളുകളായി നമ്മുടെ കൊച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് നമ്മൾ ചോദിക്കുകയാണ്, കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കാർഷിക മേഖലയ്ക്ക് വേണ്ടി എത്ര കിട്ടി, ആ കണക്കൊന്ന് കേരളത്തിലെ ജനങ്ങളോട് പുറത്തു പറയാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഉത്തരമില്ല. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി എത്ര പണമാണ് കിട്ടിയത് എന്നുള്ള ചോദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ല. പക്ഷേ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഏതാനും ചില കാര്യങ്ങൾ മാത്രം UPA ഭരിച്ചിരുന്ന സമയത്ത് മന്ത്രിമാരായിരുന്ന കെങ്കേമന്മാർ ഉൾപ്പെടെയുള്ള നമ്മുടെ പാർലമെന്റിനകത്തും രാജ്യസഭയ്ക്കകത്തും ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായിട്ടുള്ള കർഷകരുടെ ഉൽപ്പന്നത്തെ അവർക്കുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ജൈവവളങ്ങളുടെയും അതുപോലെ തന്നെ യൂറിയ ഉൾപ്പെടെയുള്ള ആ വളങ്ങൾക്കും കൊടുക്കുന്ന സബ്സിഡിക്ക് നിങ്ങൾ കോടിക്കണക്കിന് രൂപ ഈ ഇന്ത്യയുടെ ഖജനാവിൽ നിങ്ങൾ കടമാക്കി നിർത്തിയിരിക്കുകയാണ്, ധനക്കമ്മി കുറച്ച് കാണിക്കാൻ വേണ്ടി. ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു. എന്താ ധനക്കമ്മി കുറച്ചു കാണിക്കുന്നത്? ഈ ഭാരതം എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്ത് കോടാനുകോടി രൂപ മന്ത്രിമാർ പോക്കറ്റ് അടിച്ചുകൊണ്ട് അവരുടെ വീടുകളിലേക്കും അവരുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്കും UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുപോവുകയായിരുന്നു. അവര് പറയുകയാണ്, ഈ രാജ്യത്ത് ധനക്കമ്മി കുറവാണ് എന്ന് കാണിച്ചുകൊണ്ട് അവർ രാസവളത്തിന്റെ സബ്സിഡി അത് 10 വർഷക്കാലം കൊടുക്കാതെ അവർ മാറ്റിവെച്ചു. ഓയിൽ കമ്പനികൾക്ക് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ്സുകാരാ, ഓയിൽ കമ്പനികൾ, ആ ഓയിൽ കമ്പനികൾക്ക് നിങ്ങൾ കോടാനുകോടി രൂപ കടബാധ്യത വരുത്തിക്കൊണ്ട് നിങ്ങൾ ധനക്കമ്മി കുറച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓയിൽ കമ്പനികൾക്ക് പണം കൊടുക്കാതെ മാറ്റിവെച്ചു. പിന്നെയോ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള നിത്യോപയോഗ വസ്തുക്കൾ അത് കൊടുക്കുന്ന FCI നമ്മുടെ നാട്ടിലുണ്ട്, രാജ്യം മുഴുവൻ. ആ FCI ഗോഡൌണുകളിൽ നിന്ന് പാവപ്പെട്ടവന് റേഷൻ കടയിലൂടെ പൊതുമാർക്കറ്റിലൂടെ കിട്ടുന്ന ഉൽപ്പന്നത്തിന്റെ ആ പണവും നിങ്ങൾ കൊടുക്കാതെ മാറ്റിവെച്ചു 10 വർഷം. എന്നിട്ട് പകരം എന്ത് ചെയ്തെന്നറിയുമോ? പകരം അവർ ഒരു ബോണ്ട് ഉണ്ടാക്കി. അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാക്കിക്കൊണ്ട്, ഇവിടെ തോമസ് ഐസക് ഉണ്ടാക്കിയില്ല ഒരു മസാല ബോണ്ട്, അതുപോലെ ഒരു ബോണ്ട് ഉണ്ടാക്കിക്കൊണ്ട് 10 വർഷം, അവർക്കറിയാം 10 വർഷം കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ വരവ് അവര് 6 വർഷം ഭരിക്കുമ്പോൾ തന്നെ അവർക്ക് സൂചനയുണ്ട്, ഇതാ ഗുജറാത്തിൽ നിന്ന് ഒരാൾ വരാൻ പോകുന്നുണ്ട്, നമോ മോദി, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തെയാണ് രാജ്യം കാത്തിരിക്കുന്നത് എന്ന് ഇന്ത്യയുടെ കോൺഗ്രസിന്റെ അന്നത്തെ പ്രധാനമന്ത്രിക്ക് അറിയാമായിരുന്നു. അവര് തീരുമാനിച്ചു, അങ്ങനെ ഒരു മസാല ബോണ്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട പണം കൊടുക്കാതെ മാറ്റിവെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നപ്പോ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ്സുകാരൻ ഈ 3 മേഖലയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്ന കടമുണ്ടല്ലോ, അത് 1.93 ലക്ഷം കോടി രൂപ. അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും, ഇവിടെ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ലേ, പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും ഒരുമിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടച്ചു തീർത്തു. 1.93 ലക്ഷം കോടി, 1 ലക്ഷം കോടിയിലധികം വരുന്ന തുക ഈ 3 മേഖലയ്ക്ക് മാത്രമായിട്ട് അടച്ചു തീർക്കാൻ ഇന്ത്യയിൽ ബാക്കി നിൽക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഒരു ടാക്സ് ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ആ ടാക്സ് നോർത്ത് ഇന്ത്യയിൽ ആളുകൾ കളിയാക്കി വിളിച്ചിരുന്നത്, ആ ടാക്സിന്റെ പേര് GST അല്ല, ആ ടാക്സിന്റെ പേര് ജയന്തി ടാക്സ് എന്നാണ്. എന്താ ഈ ജയന്തി ടാക്സ്? ജയന്തി നടരാജൻ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു UPA ഗവൺമെന്റിനകത്ത്. ആ ജയന്തി നടരാജൻ എന്ന് പറയുന്ന ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുടെ പണി എന്താണെന്ന് അറിയുമോ? മന്ത്രിക്ക് ആവശ്യമായ കൈക്കൂലി കിട്ടിയില്ലെങ്കിൽ പരിസ്ഥിതി വകുപ്പില് ആഘാതമുണ്ട് എന്ന് റിപ്പോർട്ട് എഴുതി ഈ ഫയലുകളെല്ലാം മടക്കിയിട്ട് 53 കോസ്റ്റൽ ബെൽറ്റുകളിൽ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച ജയന്തി നടരാജനെ കുറിച്ച് ഇന്ത്യൻ ജനാധിപത്യം ചർച്ച ചെയ്തത് ജയന്തി ടാക്സ് എന്നാണ്. പിന്നെ ചിദംബരം, ഞാൻ പറയണ്ടല്ലോ,
കാർത്തി ചിദംബരം, അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഖജനാവ് പോക്കറ്റടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ 10 വർഷത്തോളം യുദ്ധോപകരണങ്ങൾ വാങ്ങിയോ? ഇല്ല. ബുള്ളറ്റ് പ്രൂഫ് വാങ്ങിയോ? ഇല്ല. ഒരു ജാക്കറ്റ് പോലും വാങ്ങിയില്ല ഇവിടുത്തെ പട്ടാളക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. 10 വർഷം നിങ്ങൾ വാങ്ങാതിരുന്ന യുദ്ധോപകരണ സാമഗ്രികൾ ഉണ്ടല്ലോ, ഇന്ന് ഈ രാജ്യത്തിന്റെ പൊതുമേഖലാ കമ്പനികളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൽ ഉണ്ടാക്കുന്നു. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് BHEL അവിടെ ഉണ്ടാക്കുന്നു. നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനത്തിൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ BEML ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് അവിടെ ഉണ്ടാക്കുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ ഭാരതത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഈ 3 പൊതുമേഖലാ സ്ഥാപനത്തിലൂടെ 85 ലോക രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഗണ്ണുണ്ടല്ലോ, ഗണ്ണ് അത് കയറ്റുമതി ചെയ്തയക്കുന്ന നാടായിട്ട് ഈ ഭാരത രാജ്യം മാറിയിരിക്കുന്നു. 16,000 കോടിയുടെ യുദ്ധോപകരണങ്ങൾ നമ്മുടെ രാജ്യത്തു നിന്ന് കയറ്റുമതി ചെയ്തയക്കുന്ന രാജ്യമായി നമ്മുടെ ഭാരതം മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, UPA ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് 204 കൽക്കരി ബ്ലോക്കുകൾ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് തടഞ്ഞു നിർത്തി. അഴിമതിയായിരുന്നു. ആ അഴിമതി 1,86,000 കോടി രൂപയുടെ അഴിമതി ഉണ്ടായി. നമുക്ക് 2012 ജൂലൈ മാസം രാജ്യമാകെ പവർ കട്ട്. എന്താണ്? രാജ്യത്ത് വൈദ്യുതി ഉൽപാദനം നടക്കുന്നില്ല. ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തേക്ക് വൈദ്യുതി കൊടുക്കുന്നില്ല. എന്നാൽ ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വൺ ഗ്രിഡ് വൺ നേഷൻ പദ്ധതിയിലൂടെ പിണറായി വിജയന്റെ നാട്ടില്, നമ്മുടെ കുട്ടികളെ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കറണ്ട് കൊടുക്കുന്നത് ഏത് സംസ്ഥാനത്തു നിന്നും വാങ്ങാം, കുറഞ്ഞ ചെലവിൽ കിട്ടുന്നുണ്ട്. എന്നിട്ടും എന്റെയും നിങ്ങളുടെയും വൈദ്യുതി ചാർജ് ഇരട്ടിയും 3 ഇരട്ടിയും 4 ഇരട്ടിയുമാക്കിയിട്ടാണ് ഈ കേരളത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മുടെ ഭാരതത്തിൽ ജൻധൻ ബാങ്ക് അക്കൗണ്ട് 51 കോടി. കോൺഗ്രസ് 60 വർഷക്കാലം ഈ രാജ്യത്തെ ഭരിച്ചു. അവര് പറഞ്ഞു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് പറഞ്ഞ എന്താണെന്ന് അറിയുമോ? അന്ന് ബാങ്ക് മേം അക്കൗണ്ട് കുലേഗ, ബാങ്കിൽ അക്കൗണ്ട് തുറക്കപ്പെടും. പക്ഷേ മോദിജി പറഞ്ഞു മിൽഗയ, നിങ്ങൾക്ക് കിട്ടിയോ എന്നാണ് നരേന്ദ്രമോദി ചോദിച്ചത്. 51 കോടി പാവപ്പെട്ടവന്റെ വീടുകളിൽ ജൻധൻ അക്കൗണ്ട് പദ്ധതി കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി പറഞ്ഞു സസ്താ ദവായി മിലേഗ എന്നാണ് പറഞ്ഞത്. കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് മരുന്ന് കിട്ടും. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രസംഗിച്ചു. പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞു നിങ്ങൾക്ക് ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഞാൻ കൊണ്ടുവരും. 50% മുതൽ 80% വരെ ഇവിടുത്തെ പാവപ്പെട്ടവൻ ആവശ്യമായിട്ടുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുൾപ്പെടെയുള്ള മരുന്നുകളുടെ വില നിലവാരം കുറച്ചുകൊണ്ട് ജൻ ഔഷധി തുടങ്ങിയപ്പോ 25,000 കോടി രൂപ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളതാണ്. ചൈനയുടെ ബോർഡറിലേക്ക് ഒരു റോഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അന്ന് UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള കൂട്ടുകാരും പറഞ്ഞു ചൈനയുടെ അതിർത്തിയിലേക്ക് ഒരു റോഡ് തുറന്നാൽ ചൈനക്കാരൻ ഇങ്ങോട്ടേക്ക് വന്ന് വെടിവെക്കുമെന്നാണ് പറഞ്ഞത്. ആരെ? ഇന്ത്യൻ പട്ടാളത്തെ. ഇപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ രാജ്നാഥ് സിംഗ്, നമ്മുടെ മോദിജിയുടെ ആശ്രിത അനുഗ്രഹ ആശിസ്സുകളോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ഈ പ്രഗത്ഭനായിട്ടുള്ള ലീഡർ രാജ്നാഥ് സിംഗ് അദ്ദേഹം പറഞ്ഞു ചൈനയുടെ മൂക്കിൻ തുമ്പിലേക്ക് ഇന്ത്യ എവിടെയാണോ അവസാനിക്കുന്നത് അതിന്റെ അരികിലേക്ക് വരെ റോഡും വെട്ടാൻ തീരുമാനിച്ചു നരേന്ദ്രമോദി. വിമാനത്താവളവും ആ ചൈനക്കാരന്റെ മൂക്കിനരികിൽ നമുക്കുണ്ടാക്കാൻ സാധിച്ചു. അതാണ് രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ കേരളത്തിൽ ആകെയുള്ളത് 2 ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് നരേന്ദ്രമോദി കാരണമെന്ന് ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ചോദിക്കുകയാണ്. കിട്ടിയതിന്റെ ചെറിയൊരു കണക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി പഠിച്ച സ്കൂളിലല്ല ഞങ്ങളൊന്നും പഠിച്ചത്. പക്ഷെ കണക്ക് പറയുമ്പോൾ ആ കണക്ക് ഗവൺമെന്റിന്റെ കയ്യിലുള്ള കണക്കും കേന്ദ്രത്തിന്റെ കയ്യിലുള്ള കണക്കും സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള കണക്കും കണക്കായിരിക്കണം. 2014 ചില മേഖല മാത്രം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം അതെന്തു നടന്നു എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. മിസ്റ്റർ ബാലഗോപാൽ,
2014 $7.6 ബില്യൺ ആയിരുന്നു ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. 2014 നിങ്ങളായിരുന്നല്ലോ അന്ന് അവസാനിപ്പിച്ചു പോയത്. എന്നാൽ ഇന്ന് 2023 കണക്കെടുത്തപ്പോ $7.6 ബില്യൺ നിന്ന് $22.7 ബില്യൺ ഇവിടത്തെ എക്സ്പോർട്ട് കൂടി എന്നുള്ള കണക്ക് അത് ഈ രാജ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എവിടെ പട്ടിണി മാറ്റി എന്ന് നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ പറയണം, 2014 ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ ശതമാനം 11% കുറച്ച്, ദാരിദ്ര്യം കുറച്ച് ഇന്ന് നമ്മുടെ നാട് 29.20% ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മനുഷ്യർ. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തുണ്ടായിരുന്നുവെങ്കിൽ 2023 അത് 11.3% എത്തിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ കൈകൾ ഞാൻ കൂട്ടിപ്പിടിക്കുകയാണ്. ലോകത്തിന്റെ അന്താരാഷ്ട്ര നാണയനിധി IMFന്റെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ ഉയർച്ച എന്ന് പറയുന്നത് $5 ട്രില്യൺ എത്താൻ പോവുകയാണ്. വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ വിനിമയ ശേഷി $10 ട്രില്യൺ എത്തിക്കാൻ തന്റെ ഇടമുള്ള കെൽപ്പുള്ള ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റിനെ ഭരിക്കാൻ സ്വീകരിക്കാൻ വരണമല്യവുമായിട്ടാണ് ജനാധിപത്യ വിശ്വാസികൾ ഇന്ത്യയുടെ ഹൃദയഭൂമികളിൽ ആകെ കാത്തിരിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഒറ്റക്കാര്യം സൂചിപ്പിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് നരേന്ദ്രമോദി കൊടുത്തയച്ച പണം, കോടിക്കണക്കിന് രൂപ നിങ്ങൾ വാങ്ങിയെടുത്തുകൊണ്ട് നിങ്ങൾ വകമാറ്റി ചെലവഴിച്ച് നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കാതെ, സോയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യത്തിന് കൊടുക്കാതെ, അവരുടെ ഇൻഷുറൻസ് പദ്ധതികൾ അവരിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ ഒരുക്കാതെ, നിങ്ങൾ നിങ്ങളുടെ MLA-മാരോടും ജയിച്ചുപോയ MP-മാരോടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെടാതെ ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട്, പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നെല്ല് വിൽക്കാൻ കൊണ്ടുപോയ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോ എന്ന് പറഞ്ഞിട്ട് റെസീറ്റ് കുറ്റി എഴുതി കൊടുക്കുന്നതല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇവിടുത്തെ കാർഷിക മേഖലയോടുള്ള സ്നേഹം? അതുകൊണ്ടല്ല ആലപ്പുഴയിലെ പ്രസാദിന് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. അത് തന്നെയല്ലേ ഇന്ത്യയിൽ? നോക്കൂ, ഇന്ത്യയിൽ ഇന്ന് നരേന്ദ്രമോദിജി 2 ഇടങ്ങളിൽ പ്രസംഗിക്കുകയാണ്. അതിലൊരു സ്ഥലത്ത് അദ്ദേഹം പറയുകയാണ്, വരാൻ പോകുന്ന നാളുകളിൽ രാജ്യത്തെ കാർഷിക മേഖലയുടെ വളർച്ചയോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു മേഖലയാണ് ടെക്സ്റ്റൈൽസ് മേഖലയുടെ വളർച്ച, ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന് നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നിന്ന് 12% കൂടുതൽ ഒന്നാമത്തെ വർഷം ഉണ്ടാക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇത് 10 ഇരട്ടിയാക്കി മാറ്റാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ കേരളത്തില് 9,000 പേർക്ക് ഒറ്റടിക്ക് ജോലി കൊടുക്കാൻ തന്റെ ഇടമുള്ള തന്റെ അടിയായിട്ടുള്ള കിറ്റക്സിന്റെ സാബു ജേക്കബിനെ ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന സമീപനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. നിങ്ങൾക്ക് ഏത് മേഖലയോടാണ് താല്പര്യമുള്ളത്? നിങ്ങൾക്ക് ആകെ താല്പര്യമുള്ളത്, ഇന്ന് എന്നോട് എൻ്റെ സുഹൃത്ത്, ഒരു ടീച്ചറാണ്, അവര് പറയുകയാണ്, എല്ലാ ആളുകളും എന്താണെന്നറിയില്ല ശോഭാ സുരേന്ദ്രൻ, എല്ലാ ആളുകളും ഇതാ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ പദയാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാനും നിങ്ങളും നമ്മൾ ഒരുമിച്ച് നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുതിയ പുതിയ ആളുകൾ നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ പ്രസ്ഥാനം അവരെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും ഈ വേദിയിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അത് ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ അത് ഏറ്റെടുത്തുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ സുഹൃത്ത്
ഒരു ടീച്ചർ പറഞ്ഞു ടീച്ചറാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആളുകളെല്ലാം തിരക്ക് കൂട്ടുകയാണ്. അപ്പം എന്താ കാരണം എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു 7ാം ക്ലാസ് വരെയുള്ള ടീച്ചറായാൽ മതി, ഹൈസ്കൂളിൽ വേണ്ട. എന്താ കാര്യം? 7ാം ക്ലാസ് വരെ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പോയാൽ മകനോ മകളോ ഉണ്ടെങ്കിൽ വലിയ കോടികൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ആ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, പിണറായി വിജയൻ്റെ ഭാര്യ കമലേടത്തി ചെറിയൊരു സ്കൂളിൽ പഠിപ്പിച്ചിട്ടല്ലേ 20,000 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ബാംഗ്ലൂരിലെ കമ്പനി വീണക്കുട്ടി വാങ്ങിയത് എന്നാണ് ആ ടീച്ചർ ചോദിച്ചത്. ബാങ്ക് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീ അവരുടെ ഭർത്താവിനോട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഈ ജോലി രാജിവെച്ചിട്ട് വല്ല സ്കൂളിലും പഠിപ്പിക്കാൻ പോയാലോ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്കാണ് പിണറായി വിജയനും കമലയും വീണയും വിവേകിന്റെ കുടുംബക്കാര് ബന്ധുക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കൊള്ള സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ജനമുറ്റു നോക്കിക്കൊണ്ട് അവരെ മാറ്റി നിർത്താൻ തീരുമാനമെടുത്തിരിക്കുന്ന ഈ കാലാംശത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിണറായി വിജയൻ ഒരു കുട്ടിക്കള്ളനാണ്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, UPA ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് രൂപയുടെ കളവിനെ കുറിച്ചും അവർ ഈ രാജ്യത്തെ തച്ച് തകർത്തതിനെ കുറിച്ചും ഏറ്റവും വലിയ കള്ളന്മാർ കോൺഗ്രസും കുട്ടിക്കള്ളന്മാർ ശിശുപാർട്ടിയുമാണെങ്കിൽ ഇത് രണ്ടുമില്ലാത്ത നേർരേഖയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ ഒരു ഗവൺമെന്റിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള അശ്രാന്ത പരിശ്രമമാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. 300 കർമ്മ പദ്ധതികൾ അതിന് നമുക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അത് ഏറ്റെടുക്കുകയും ജനങ്ങൾക്കിടയിലേക്ക് മീഡിയേറ്റർമാരായിട്ട് ഞാനും നിങ്ങളും യാത്ര ചെയ്യുകയും വേണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.